നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 1.5 വർഷം മുൻപ് 12 ബാലന്മാരും അവരുടെ ഫുട്ബോൾ പരിശീലകനും തായ് ഗുഹയിൽ കുടുങ്ങിയ കാര്യം അത്ര പെട്ടെന്നൊന്നും മറക്കാനിടയില്ല. 12 ബാലന്മാരും അവരുടെ ഫുട്ബോൾ പരിശീലകനും 2 ആഴ്ചയേറെ കുടുങ്ങിയ തായ്ലൻഡിലെ താം ലുവാങ് ഗുഹ സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. സംഭവബഹുലമായ രക്ഷാപ്രവർത്തനത്തിലൂടെ ലോകപ്രസിദ്ധമായ ഗുഹ തുറന്നപ്പോൾ ആദ്യ ദിവസം എത്തിയത് 2000 പേരാണ്. ചിയാങ് റായ് പ്രവിശ്യയിലുള്ള ഗുഹയുടെ പ്രവേശന കവാട മേഖലയിൽ മാത്രമേ ഇപ്പോൾ സന്ദർശകരെ അനുവദിക്കുന്നുള്ളൂ. അകത്തേക്കുള്ള പ്രവേശനം തൽക്കാലം തടഞ്ഞിരിക്കുകയാണ്. സുരക്ഷിതമെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ സാഹസിക സഞ്ചാരികളെ അനുവദിക്കാനാവൂ എന്നാണ് തീരുമാനം. 12 അംഗ സംഘത്തെ രക്ഷപ്പെടുത്താൻ ഉപയോഗിച്ച ഉപകരണങ്ങളുടെയും മറ്റും പ്രദർശനം ഒരുക്കുന്നതും ആലോചനയിലുണ്ട്. 2018 ജൂണിൽ ഫുട്ബോൾ പരിശീലനം കഴിഞ്ഞ് മടങ്ങും വഴിയാണ് 12 സ്കൂൾ വിദ്യാർത്ഥികളും പരിശീലകനും വെറുതെ ഗുഹയ്ക്കുള്ളിൽ കയറിയത്. തൊട്ടു പിന്നാലെ മഴ തുടങ്ങിയതോടെ ഗുഹയ്ക്കുള്ളിൽ വെള്ളം നിറഞ്ഞു. അങ്ങനെ സംഘം ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങുകയായിരുന്നു. കുട്ടികൾ വീട്ടിൽ തിരിച്ചെത്താതിരിക്കുകയും അവരുടെ സൈക്കിളുകളും ബാഗുകളും ഗുഹാമുഖത്ത് കണ്ടെത്തുകയും ചെയ്തതോടെയാണ് രാജ്യാന്തര സഹകരണത്തോടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. 2 ആഴ്ച ഭക്ഷണവും വെള്ളവുമില്ലാതെ ക്ഷീണിച്ച് അവശരായെങ്കിലും എല്ലാവരെയും ജീവനോടെ തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു താം ലുവാങ് ഗുഹയിൽ നടന്നത്. 2018 ജൂൺ 23-നാണ് ഗുഹ സന്ദർശിക്കാനായി പോയവർ ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിയത്. പെട്ടെന്ന് പെയ്ത കനത്ത മഴയിൽ ഗുഹയ്ക്കകത്ത് അകപ്പെടുകയായിരുന്നു ഇവർ. പെട്ടെന്ന് തുടങ്ങിയ രക്ഷാപ്രവർത്തനത്തിന് അനവധി രാജ്യങ്ങളുടെ സഹായവും ലഭിച്ചു. ക്രമാതീതമായി ഉയർന്ന ജലനിരപ്പ് തിരച്ചിൽ പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കിയെങ്കിലും കാണാതായ 9 ദിവസത്തിനു ശേഷം ജൂലൈ 2-ന് ബ്രിട്ടീഷ് മുങ്ങൽ വിദഗ്ധന്മാർ 13 പേരെയും സുരക്ഷിതമായ നിലയിൽ പുറത്തെത്തിക്കുകയായിരുന്നു. 10 കിലോമീറ്റർ നീളമുള്ള ഗുഹയാണ് താം ലുവാങ് നാങ്നോൻ. അങ്ങേയറ്റം ദുർഘടം പിടിച്ച ഘടനയാണ് ഈ ഗുഹയ്ക്കുള്ളത്. വലിയ ഗർത്തങ്ങളും തോടുകളുമെല്ലാം ഗുഹയിലുണ്ട്. മഴ പെയ്യുന്നതോടെ ഇവയിൽ വെള്ളം പൊങ്ങും, ചെളി നിറയും. ഇടുങ്ങിയ വഴികളാണ് പലയിടത്തുമുള്ളത്. വെള്ളമില്ലാത്ത സന്ദർഭത്തിൽ പോലും ഇതിലൂടെ യാത്ര പ്രയാസമാണ്. 1988-ൽ ഫ്രാൻസിൽ നിന്നെത്തിയ ഗുഹാ പരിവേഷകർ ഈ ഗുഹയുടെ ഘടന മനസ്സിലാക്കുകയുണ്ടായി. ഇതാണ് ആദ്യത്തെ മാപ്പിംഗ്. പിന്നീട് ബ്രിട്ടനിൽ നിന്ന് ചില പരിവേഷകരെത്തുകയും ഉള്ളിൽ മറ്റൊരു ഗുഹയിലേക്കുള്ള വഴി കണ്ടെത്തുകയും ചെയ്തു. എങ്കിലും ഒരു പരിധിക്കപ്പുറം സഞ്ചരിക്കാൻ ജീവവായു കിട്ടില്ല എന്നതിനാൽ ഇപ്പോഴും ഗുഹയുടെ യഥാർത്ഥ ഘടന ആർക്കും തന്നെ അറിയില്ല. ഡോയ് നാങ് നോൻ മലനിരകളിലെമ്പാടും പരന്നു കിടക്കുന്ന നിരവധി ഗുഹകളുടെ ഒരു ശൃംഖല തന്നെയുണ്ട്. അതിന്റെ ഭാഗമാണ് താം ലുവാങ് നാങ് നോൻ ഗുഹ. ഈ ഗുഹയ്ക്കുള്ളിൽ മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്, ചക്കരപ്പാറ തുടങ്ങിയവ ചേർത്താണ് ഗുഹയുടെ നിർമ്മിതി. ഇവയിൽ ചുണ്ണാമ്പുകല്ല് ഇത്തിരി അപകടകാരിയാണ്. ഈ പാറയുടെ രൂപം എപ്പോൾ വേണമെങ്കിലും മാറാവുന്നത്ര വഴക്കമുള്ളതുമാണ്. കൂടാതെ വെള്ളത്തിൽ അലിയാനുള്ള സാധ്യതയും കൂടുതലാണ്. അതായത് ചുണ്ണാമ്പ് പാറകളുടെ സാന്നിധ്യമുള്ളതിനാൽ പോയ വഴിക്ക് തന്നെ തിരിച്ചെത്തുക എന്നതിൽ യാതൊരു ഉറപ്പും പറയാൻ കഴിയില്ല. മലയുടെ അകം നിറയെ ഇത്തരം പാറകളാണ്. പെയ്യുന്ന മഴയും ചുറ്റുമുള്ള നദികളിൽ നിന്നും മറ്റുമുള്ള വെള്ളവുമെല്ലാം ഒരു സ്പോഞ്ച് പോലെ സ്വീകരിച്ച് ഉള്ളിൽ കരുതി വയ്ക്കും ഈ പാറകൾ. അതായത് മഴ പെയ്താൽ വെള്ളം വേറെയെങ്ങും പോകില്ല എന്നതാണ് ഈ ഗുഹയുടെ മറ്റൊരു പ്രത്യേകത. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.